ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, സിനിമ ഡയറക്ടറാണ്. അദ്ദേഹം ഒരിക്കൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു പുള്ളി സ്റ്റാൻഡ് തട്ടാതെ ബൈക്കിൽ പോവുക. ശരത്തേട്ടൻ ഒരു മീനും മേടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന ആളെ കണ്ടപ്പോൾ സ്റ്റാൻഡ് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ തട്ടാൻ പോയപ്പോൾ ബൈക്കോട് കൂടി മറിഞ്ഞ് താഴെ വീണ് അയാൾ ആശുപത്രി കൊണ്ടുപോയിട്ട് അയാൾ ശരത്തേട്ടനെതിരെ ശ്രദ്ധ തെറ്റിച്ചതിന് കേസ് കൊടുത്തു. നടന്ന കാര്യമാണ്. ശരത്തേട്ടനൊക്കെ ഉള്ള ആളാ, പുള്ളിക്കെതിരെ ഈ ബൈക്കിൽ നിന്ന് വീണാൽ കേസ് കൊടുത്തു. എന്നിട്ടൊരു കാര്യമുണ്ട്, ഈ വീണ ആളെ ആശുപത്രിയിൽ എടുത്തോണ്ട് പോയിട്ട് പുള്ളിയുടെ മീൻ പൂച്ച എടുത്തോണ്ട് പോവുകയും ചെയ്തു, മേടിച്ചു വെച്ചത്. എന്നിട്ട് കേസും വന്നു. അല്ല, ഈ സഹായിക്കാൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഞാനിതുപോലെ ബൈക്കിന് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റാൻഡ് കെട്ടാതെ ഞാൻ പുറകെ ചെന്നിട്ട് ചേട്ടൻ വണ്ടി വിളച്ചിട്ട് ചേട്ടാ സ്റ്റാൻഡ് കെട്ടാന്ന് തോന്നി. എന്നിട്ട് ഞാൻ നേരെ പോന്നു. കുറച്ച് കഴിയുമ്പോൾ ആ പുള്ളി അടിച്ച് സ്പീഡിൽ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. ചേട്ടനും തട്ടിക്കോട്ടാന്നു. ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ചതിച്ചു. എനിക്ക് എപ്പോഴും ചതി കോർഡിനേറ്റ് ചെയ്യും ഞാൻ. അപ്പോൾ ഞങ്ങൾ 12 ആണുങ്ങളുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഒരുത്തിനോട്ട് ഞങ്ങൾ ബെറ്റ് വെച്ചിട്ട് ചോദിച്ചു, ടീച്ചർ വരുമ്പോൾ എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമോ എന്ന് ചോദിച്ചു ഒരുത്തിനോട്. ടീച്ചർ വരുമ്പോൾ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവനുമായിട്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അവനുമായിട്ട് ബെറ്റ് വെച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള അടുത്ത പീരീഡ് ഈ ടീച്ചറാണ്. ഇവനത് സമ്മതിച്ചു. ഒരു മിഠായി 2 രൂപയുടെ മിഠായി എന്തോ ബെറ്റ് വെച്ചു. എന്നിട്ട് ഞാൻ ബാക്കി 11 പേരെയും കോർഡിനേറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് കഴിഞ്ഞിട്ട് മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ടീച്ചർ വന്നു, എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിർത്തി ഇവൻ ഒറ്റയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പണ്ട് ജെംസിന്റെ മിഠായി പോലെ ഇരിക്കുന്ന ഒരു ഗുളിക എൻ്റെ അമ്മ കഴിക്കുന്നു. ഇബു ബ്രൂഫൻ എന്നാണ് ഗുളികയുടെ പേര്. നല്ല റെഡ് കളർ തനി ജെംസ് പോലെ ഇരിക്കും. അപ്പം ഇത് കണ്ടപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എന്തിനാ കഴിക്കുക. അപ്പം അമ്മ പല്ല് പറിച്ച സമയത്ത് കണ്ട് ഇത് കഴിക്കുക. ഞാൻ ഇത് എന്തിനാ കഴിക്കുന്നത് വെച്ചപ്പോൾ പറഞ്ഞു ഇത് വേദന അറിയാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയാണെന്ന് പറഞ്ഞതോടുകൂടി ബൾബ് കത്തി. ഞാൻ അമ്മ അറിയാതെ ഒരു ഗുളിക കട്ടുകൊണ്ട് ക്ലാസ്സിൽ പോയി. എന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ സാധനം തിന്നാൽ വേദന അറിയില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെല്ലിന് ഈ ഇബു ബ്രൂഫൻ ഞങ്ങൾ 5 പേര് പൊടിച്ച് തിന്നു. 5 പേരുടെ തൊട്ട് നക്കി ഇബു ബ്രൂഫൻ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിള്ളി നോക്കിയിട്ട് പറഞ്ഞു എടാ വേദന ഇല്ലല്ലോ, ഈ സംഗതി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബെഞ്ചിൽ നിൽക്കുന്നവർ അടി മേടിക്കേണ്ട അവസ്ഥയായി. ഇപ്പം ആദ്യത്തവൻ ഉത്തരം അറിയാം, എങ്കിലും ഇത്തവണ അടി കൊണ്ടാൽ അവന് വേദനിക്കില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഫസ്റ്റ് ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഇവൻ എന്തിനാ ടീച്ചറെ ചോദ്യം ചോദിക്കുന്നത്, അടിച്ചോ അടിച്ചോ എന്ന് പറഞ്ഞു. ഒരെണ്ണം അവൻ്റെ കൈക്കിട്ടിട്ട് കിട്ടിയിട്ട് അവൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി നല്ല വേദനയുണ്ടെന്ന്. അപ്പോൾ ഇവൻ അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചേ. ഇപ്പുറത്തിരുന്നവൻ ഓർത്തു വേദന അഭിനയിക്കുവാന്ന്. കാരണം അല്ല ടീച്ചർ പിടിക്കുമല്ലോ. അടുത്തവൻ വീണ്ടും എണീറ്റിട്ട് ടപ്പേന്ന് അടിച്ചപ്പോൾ ടീച്ചർക്ക് ഭയങ്കര വാശിക്ക് അടിക്കുമോ ടീച്ചർ ഇങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ. രണ്ടാമത്തവൻ ഞാൻ അപ്പോൾ അഭിനയമല്ല എന്നുള്ളത് മനസ്സിലായിട്ട് മൂന്നാമത്തവൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ടീച്ചറെ ഇവൻ ഞങ്ങൾക്ക് വേദന അറിയാതിരിക്കാനുള്ള ഗുളിക എന്നെന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ സെറ്റിലായത്.